എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നല്ലൊരു വാർത്താ സമ്മേളനം മാവൂർ പഞ്ചായത്ത് ഐക്യ ജനാധിപത്യ മുന്നണി വിളിച്ച് ചേർത്തത് UDFിൻ്റെ പ്രതിനിധിയായി മാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി തുടരുന്ന ശ്രീമതി വാസന്തി വിജയനെതിരെ നാളെ UDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഒത്തുകൂടുന്നത്. മാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയതിന് ശേഷം മാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പദവി ജനറലായി കിട്ടുന്നത് ആദ്യമായിട്ടാണ്. മൂന്നാമത്തെ ടൈമിലാണ് ജനറൽ പ്രസിഡന്റ് പദത്തിലേക്ക് പ്രസിഡന്റ് പദവി ലഭിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഘടകകക്ഷികളായ മുസ്ലിം ലീഗും അതുപോലെ തന്നെ RMPയും അവർക്ക് അനുവദിച്ച് ടൈം 1.5 വർഷക്കാലം മുസ്ലിം ലീഗും 1 വർഷക്കാലം RMPയും ആ പ്രസിഡന്റ് പദവിയിൽ ജനറൽ ആയ ആളുകളെ തന്നെ പ്രസിഡന്റ് പദവിയിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. കോൺഗ്രസിന് അവസരം വന്നപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാൻ താല്പര്യമുള്ള പ്രിയപ്പെട്ട അപ്പുകുഞ്ഞേട്ടനടക്കമുള്ള ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ടായിട്ട് പോലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട അധ്യക്ഷൻ അഡ്വക്കേറ്റ് K. പ്രവീൺകുമാർ അദ്ദേഹം പ്രത്യേകം പരിഗണന നൽകിയാണ് വാസന്തിയെ പ്രസിഡൻ്റാക്കിയത്. അന്ന് ആ പ്രസിഡന്റ് പദത്തിൽ വാസന്തിയെ നിർദ്ദേശിക്കുമ്പോൾ മാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ 13-ാം വാർഡിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി വളപ്പിൽ റസാക്ക് മത്സരിക്കുകയും അങ്ങനെ മത്സരിച്ച് റസാക്ക് വിജയിച്ച് വരുന്ന മുറയ്ക്ക് പ്രസിഡന്റാണ് വളപ്പിൽ റസാക്കിന് ജനറലായ സീറ്റിൽ ജനറൽ ആയ വളപ്പിൽ റസാക്കിന് നൽകണം എന്ന് ആണ് അന്ന് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. വാസന്തി പ്രസിഡൻ്റായി വന്നതിന് ശേഷം ആ തീരുമാനം ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലുള്ള പ്രചരണം നടത്തിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നൽകിയ വിപ്പുകളും മറ്റു നേതാക്കളും ഒക്കെ നിരന്തരം ബന്ധപ്പെട്ട് ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടി ഉള്ള പരിശ്രമം നടത്തുകയുണ്ടായി. കഴിഞ്ഞ മാസം അതായത് മാർച്ച് 26-ാം തീയതി പ്രസിഡന്റ് പദം ഒഴിഞ്ഞ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ വിവരമറിയിക്കണം എന്ന് വാസന്തിയോട് കോൺഗ്രസ് നേതൃത്വം അന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിന് വിരുദ്ധമായി ഉള്ള നിലപാടുമായിട്ടാണ് ഇന്നും വാസന്തി തുടർന്നു കൊണ്ടുപോകുന്നത്, പ്രസിഡന്റ് പദത്തിൽ തുടർന്നു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയും RMP ഉൾപ്പെടെയുള്ള മാവൂരിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വവും RMPയും ഇവരോട് രാജി ആവശ്യപ്പെട്ട് പ്രസിഡന്റ് പദത്തിൽ നിന്ന് മാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം പറഞ്ഞിട്ടും ഇന്നലെ 27-ാം തീയതി 5 മണിവരെ സമയം അനുവദിച്ചുകൊണ്ട് അവരോട് ഈ നേതൃത്വം ആവശ്യപ്പെട്ടതാണ്. എന്നിട്ട് പോലും പ്രസിഡന്റ് പദത്തിൽ കോൺഗ്രസിൻ്റെ വിപ്പ് ലംഘിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വം പറഞ്ഞ വിപ്പ് ലംഘിച്ചുകൊണ്ട് കടന്നു പോകുന്ന വാസന്തിക്കെതിരെ ഐക്യ ജനാധിപത്യ മുന്നണി നാളെ അവിശ്വാസത്തിന് നോട്ടീസ് നൽകുകയാണ്. അല്ലേ പക്ഷേ അതല്ലേ ഇതിൽ പറയാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മാവൂർ പഞ്ചായത്തിലെ ഐക്യ ജനാധിപത്യ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി, ആ പാർലമെൻ്ററി പാർട്ടിയിൽ അന്ന് 4 ആളുകളായിരുന്നു. ആ പാർലമെൻ്ററി പാർട്ടിയും അന്നത്തെ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്നുള്ളതിലേക്ക് ഞാനും അന്നത്തെ ബ്ലോക്ക് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ബ്ലോക്ക് പ്രസിഡൻ്റായ വളപ്പിൽ റസാക്കും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ്റെ ചേംബറിൽ
ആണ് ഈ യോഗം നടന്നത്. ആ ചേംബറിൽ നടന്ന യോഗത്തിലുള്ള മിനിറ്റ്സ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും ഈ ആളുകളുമൊക്കെ ഒപ്പിട്ടുകൊണ്ടാണ് ഈ തീരുമാനം ആയിട്ട് മുന്നോട്ട് പോയത്. ഇടക്കാലത്ത് വെച്ച് ഇങ്ങനെ മാറുന്നതിലൊരു വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് UDF-ലെ ഘടകകക്ഷികൾ വരെ ആ രീതിയിൽ ചർച്ച ഉണ്ടായിരുന്നു. അങ്ങനെ അത് സത്യമായിരുന്നോ? ഘടകകക്ഷികളുമായി ഒരു തർക്കവും മാവൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നാവൂരിലെ ഐക്യജനാധിപത്യ മുന്നണിയിൽ ഒരു കക്ഷികളുമായി തമ്മിൽ ഒരു പ്രശ്നവുമില്ല. ഇത് ഐക്യകണ്ഠേന എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നാളെ അവിശ്വാസ പ്രമേയത്തിന് നമ്മൾ നോട്ടീസ് കൊടുക്കുന്നത്. നാളെ അവിശ്വാസത്തിന് നോട്ടീസ് കൊടുക്കുന്നു. അത് പിന്നെ അവിശ്വാസം ചർച്ചയ്ക്ക് വരുന്ന സംഭവമാണ്. അത് അവിടുന്ന് ഡേറ്റൊക്കെ അവിടുന്ന് നിശ്ചയിക്കുക. ഇതിന്റെ രേഖകൾ വല്ലതുണ്ടോ? നിങ്ങളിപ്പം അങ്ങനെ ഉണ്ട് എന്ന് പറയുന്നതിന് അവർ പറയുന്നത് അങ്ങനെ ഒരു രേഖ ഇല്ലാന്നാണ്, അങ്ങനെ ഒരു സംവിധാനം ഇല്ലാന്നാണ്. അപ്പൊ അതിന് സ്വാഭാവികമായിട്ടും ഒന്നുകിലും മിനിറ്റ്സിന്റെ അകത്ത് രേഖപ്പെടുത്തിയതോ അത് അങ്ങനെ എന്തെങ്കിലും ആയിട്ട് അതിന്റെ ഒരു ഫോട്ടോ കോപ്പി കാണിക്കാൻ ഉണ്ടോ? അങ്ങനെയല്ല എന്ന് നിങ്ങൾക്ക് സമർത്ഥിക്കാൻ. ഇത് പിന്നെ ഇത് മിനിറ്റ്സ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ കയ്യിലോ ഐക്യജനാധിപത്യ മുന്നണിയുടെ കയ്യിലോ അല്ല. ആ മിനിറ്റ്സ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മിനിറ്റ്സാണ്. പ്രശ്നമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സാധനം എടുത്ത് കാണിക്കാൻ കഴിയുമല്ലോ. ഇതിലൊന്നിലും ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവം അങ്ങനെയാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും പാർട്ടി പ്രസിഡന്റ് പിന്നെ തീരുമാനത്തിന്റെ വെളിച്ചത്തിലാ പറഞ്ഞത്. പിന്നെ ജില്ലാ പ്രസിഡന്റാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ പാർട്ടീൻ്റെ ചിഹ്നം അനുവദിക്കുന്നത്. ഞങ്ങൾ സ്ഥാനാർത്ഥി എല്ലാ ജില്ലാ പ്രസിഡന്റ് രേഖാമൂലം പിന്നെ പ്രസിഡന്റിന് ഇപ്പോഴുള്ള പഞ്ചായത്ത് പ്രസിഡന്റിന് കത്ത് കൊടുത്തിട്ടുണ്ട് മാറാൻ വേണ്ടിയിട്ട്. അത് തന്നെ മതിയല്ലോ. പിന്നെ എന്തിനാ വേറെയുള്ളൊരു പ്രപ്പോസലിൻ്റെ കാര്യമല്ല. അത് പിന്നെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണെങ്കിലും ഉണ്ടോ ഇല്ലയോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും രാജിവെക്കാൻ എന്ത് മതി? ജില്ലാ പ്രസിഡന്റിൻ്റെ പിന്നെ കത്ത് മതി. ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ 7 ദിവസത്തിൻ്റെ ഉള്ളിൽ രാജിവെച്ച് വിവരം അറിയിക്കണമെന്ന് പറഞ്ഞ് ജില്ലാ പ്രസിഡന്റ് രേഖാമൂലമാണ് കത്ത് കൊടുത്തത്. അത് മാത്രം മതി. ബാക്കിയുള്ളത് നിങ്ങൾ ചോദ്യത്തിന് അവിടെ കാണിക്കേണ്ട കാര്യമില്ല. ജില്ലാ പിന്നെ കോൺഗ്രസ് കമ്മിറ്റീൻ്റെ മിനിറ്റ്സ് നമുക്ക് കിട്ടൂലല്ലോ അവിടെ കാണിക്കാൻ. അത് അത്രയേ ഉള്ളായിട്ട് പിന്നെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഞങ്ങൾ പരമാവധി ഇന്നലെ വരെ അങ്ങനെയാണല്ലോ. അപ്പോ ഒരു സ്ത്രീ കൂടിയാണ്. ഞങ്ങൾ സ്ത്രീകൾക്ക് നല്ല പരിഗണന കൊടുത്തിട്ടുണ്ട്. പിന്നെ ജനറൽ സീറ്റിൽ 2 തവണ പിന്നെ വാസന്തി വിജയനെ മത്സരിക്കാൻ അവസരം കൊടുത്തു. ജനറൽ സീറ്റിൽ വാർഡ് 10ാം വാർഡിലും 11ാം വാർഡിലും ജനറൽ ആയിക്കൊണ്ടാണ് മത്സരിക്കാൻ സീറ്റ് കൊടുത്തത്. ഒരു സമയത്ത് അല്ല, അത് പാർട്ടി നിർദ്ദേശമാണല്ലോ, പാർട്ടി തീരുമാനം. കുഴപ്പമൊന്നുമില്ല, പൂർത്തിയാക്കി വിചാരിച്ച് പിന്നെ വേറെ കുഴപ്പമില്ല. വേറൊരു ജനറലിനുള്ള അവസരം അല്ല, ജനറലിനൊരു അവസരം നഷ്ടപ്പെടുകയാണ്. ജനറൽ അല്ല, അത് 2 ഭാഗമുണ്ട്. ഇത് പിന്നെ ഒരു ജനറൽ അവസരം കിട്ടിയിട്ട് ജനറലിന് കൊടുക്കാത്തത് കൊണ്ടുള്ള പ്രശ്നം ഇതിനെക്കാട്ടിലും ഗുരുതരാണ്. അത് വ്യക്തിയല്ല, ഒരു വ്യക്തിൻ്റെ താല്പര്യമല്ല അത്. ഇത് പാർട്ടീൻ്റെ ഉള്ളിൽ ജനറൽ സംവിധാനത്തിൽ ഒരാൾ പ്രസിഡന്റ് ആണോ അല്ലെ പാർട്ടീൻ്റെ നല്ലൊരു ശതമാനത്തിൻ്റെ താല്പര്യമാണ്, പാർട്ടിയുടെ താല്പര്യമാണ്. അത് അവകാശപ്പെടും. തീരുമാനത്തിനപ്പുറത്തേക്ക് എന്നെ വോട്ട് ചെയ്തവരും എന്നെ സ്നേഹിക്കുന്നവരും നാട്ടിലെ ബഹുഭൂരിപക്ഷ ആൾക്കാരും ഇതിനോട് യോജിക്കുന്നില്ല. ഒരു വാർഡിൽ വോട്ട് ചെയ്യുന്ന ആളുകളുടെ അഭിപ്രായം മാത്രമല്ലല്ലോ ഇതിന് പരിഗണിക്കുന്നത്, പാർട്ടിയല്ല നിർത്തുന്നത്. അത് മാത്രമല്ല, ഇതിൽ ഒരു പാർലമെന്ററി പാർട്ടി നമ്മളിപ്പോൾ അറിയാലോ, നിയമസഭയിലേക്ക് പാർലമെന്ററി പാർട്ടിയിൽ ഭൂരിപക്ഷം തെളിയിക്കും. ആ നിയമസഭാ കക്ഷി ആണ് ആരെ തിരഞ്ഞെടുക്കുക അല്ലേ? ആ കക്ഷിയാണ് അവിടെ പിന്നെ മുഖ്യമന്ത്രിയാണ് ആര്. അങ്ങനെ ജില്ലാ പഞ്ചായത്തിലായാലും ബ്ലോക്ക് പഞ്ചായത്തിലായാലും ഏതൊരു സംവിധാനത്തിലും അതിൻ്റെതായ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ.
ഒരു MLA വാർഡിൽ നിന്ന് ജയിച്ചു വരിക ഒരു നിയോജകമണ്ഡലത്തിൽ നിന്ന്, ആ നിയോജകമണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വരുന്ന അവിടെയുള്ള ജനങ്ങൾക്ക് ഇദ്ദേഹം മന്ത്രി ആവണമെന്നുണ്ടാവും. അപ്പൊ അത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ അവരെ പിന്തുണയ്ക്കുന്ന ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവര് രാജിവെച്ചിട്ട് പിന്നെ പുതുതായിട്ട് വരുന്ന പ്രസിഡന്റ് അയാൾ സംഘടനയിൽ നിന്ന് നടപടി സ്വീകരിക്കപ്പെട്ടിട്ടുള്ള ആളാണ്, സംഘടനാപരമായിട്ട് സംഘടനയ്ക്ക് വീഴ്ച ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്, അത് നടപടിക്ക് വിധേയമായിട്ടുള്ള ഒരാളാണ്. എനിക്ക് അങ്ങനെ ഒരു നടപടിയോ ഒന്നും ഈ ജീവിതത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല എന്നൊരു വാദം അവരുടെ പക്ഷത്ത് നിൽക്കുന്ന ആൾക്കാർ ഉന്നയിക്കുന്നുണ്ട്. അല്ല, അങ്ങനെ പല വാദങ്ങളും പാർട്ടിയിലെ അച്ചടക്ക നടപടി ചില സമയത്തൊക്കെ ഉണ്ടാവും. അത് പിൻവലിച്ചല്ലോ. പിൻവലിക്കാനോ പിന്നെ എന്തെങ്കിലും വിശദീകരണം ചോദിച്ചതിന് മറുപടി കൊടുത്ത് നേതൃത്വത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. എന്നിട്ടാണ് പിൻവലിക്കുന്നത്. ഇപ്പം നിലവിൽ നടപടി ഇല്ല. ഒരു പിന്നെ സസ്പെൻഷൻ നടത്തുന്നത് വെച്ചാൽ പിന്നെ വിശദീകരണം കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഇത് പിൻവലിക്കുന്നത്. അപ്പോൾ അയാൾ അത് കഴിഞ്ഞ് ആ നടപടി അയാൾ കഴിഞ്ഞ് വിമുക്തനായി. ഇപ്പോൾ കോടതിയിൽ നമ്മൾ പോടാൻ അങ്ങനെയല്ലേ. പിന്നെ ഇവിടെ നേരത്തെ പറഞ്ഞ ചോദ്യം വാർഡിലെ മെമ്പർമാർ നമ്മൾ മുമ്പ് ഇവിടെ ഗൗരിയമ്മനെ MLA മത്സരിക്കുന്ന കാലത്ത് മുഖ്യമന്ത്രി ആക്കുന്നു പ്രചരണം നടത്തിയിട്ട് ഇനി പോയിട്ട് പിന്നെ മുഖ്യമന്ത്രി ആയതാരാ? നായനാരാണ്. ഇതൊക്കെ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നതാണ്. ഇവിടെ അങ്ങനത്തെ വാദമൊന്നും വന്നില്ല. ചോദിച്ച ഉദ്ദേശം ഒരു ഭരണമാറ്റം ഉണ്ടാവുന്നത് ഒന്നുകിൽ പാർട്ടിക്കോ അല്ലെങ്കിൽ ജനങ്ങൾക്കോ ഒരു ഗുണം ഉണ്ടാവണം, പ്രതീക്ഷിക്കല്ലോ. എന്നിട്ട് അതിന് വേണ്ടിയാണ് അങ്ങനെ പാർട്ടിക്കോ ജനങ്ങൾക്കോ ഈ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നതിന് ഗുണം പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നാണ്. തീർച്ചയായിട്ടും ഭരണത്തിനും മൊത്തത്തിൽ മെച്ചമുണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, അത് അങ്ങനെയല്ല. അത് ആദ്യം പറഞ്ഞല്ലോ. അതൊക്കെ ഒരു സംഘടന ആരെ പ്രസിഡന്റ് ആക്കണം അല്ലെങ്കിൽ ആരെ പ്രധാനമന്ത്രി ആക്കണോ എന്നുള്ളത് ആ സംഘടനയുടെ ഒരു താല്പര്യങ്ങളാണ്. ആ സംഘടനയുടെ താല്പര്യം വെച്ചുകൊണ്ടാണ് വാസന്തിയെ മാറ്റി പുതിയ പ്രസിഡന്റിനെ വെക്കണമെന്ന് സംഘടന തീരുമാനിച്ചു. വാർഡ് നേതൃത്വം അറിയേണ്ട കാര്യമില്ല. ആ സംവിധാനം വാർഡ് നേതൃത്വം അറിയേണ്ട കാര്യമില്ല. ഇതിനുള്ള ചില ചട്ടക്കൂടുകൾ അല്ല, ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അറിയേണ്ട കാര്യമില്ല അല്ലേ പൂഞ്ഞേട്ടാ? ഇതിന് ചില ചട്ടക്കൂടുകൾ ഉണ്ടല്ലോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പാർലമെന്ററി പാർട്ടിയാണ് ആര് പ്രസിഡന്റ് ആകണം എന്ന് തീരുമാനിക്കേണ്ടത്. അതാത് സംഘടനയുടെ പാർലമെന്ററി പാർട്ടിയാണ്. ആ പാർലമെന്ററി പാർട്ടി എടുത്ത തീരുമാനമാണ് ഈ തീരുമാനം. സ്വാഭാവികമായിട്ട് ഒരാളെ പ്രസിഡന്റ് ആക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്ര കാലം വരെ ഡ്യൂറേഷൻ വെക്കും. ഇതൊരു ഉപാധിയില്ലാതെ എപ്പോഴാണോ ജയിച്ചു വരുന്നത് അതുവരെ പ്രസിഡന്റ്. തീർച്ചയായിട്ടും അതായത് പ്രസിഡന്റ് പറയും രാജ്യക്കാണാം ഡിസ്ട്രിക്ട് പ്രസിഡന്റ്. ജനാധിപത്യമാണ്. ജനാധിപത്യം ആയതുകൊണ്ടാണല്ലോ ഇങ്ങനെ വന്നത്. ജനാധിപത്യം ആയതുകൊണ്ടാണ് 4 മെമ്പർമാർ 5 മെമ്പർമാരിൽ 4 ആളും പ്രസിഡന്റ് രാജ്യക്രമെന്ന് പറഞ്ഞാൽ അതല്ലേ ജനാധിപത്യ മര്യാദ? പാർലമെന്ററി പാർട്ടിയിൽ ഇപ്പം ഭൂരിപക്ഷം ഇല്ല. അതല്ലേ നിങ്ങൾ പറഞ്ഞതിനാട്ടോ പറഞ്ഞത്. പറയല്ല, നിങ്ങൾ പറഞ്ഞതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞത്. ജനാധിപത്യം ആണെങ്കിൽ ആണ്. അത് സ്വന്തം പറഞ്ഞതല്ല. ഞങ്ങളെ വിളിച്ചു, പഞ്ചായത്ത് മെമ്പർമാരെ വിളിച്ചിട്ട് ചർച്ച നടത്തിയിട്ട് പിന്നെ ഓരോരുത്തരുടെ അഭിപ്രായം ചോദിച്ചിട്ട് എടുത്ത തീരുമാനം പ്രസിഡന്റ്. അങ്ങനെ പ്രസിഡന്റ് പറഞ്ഞതാണ് അതിന്റെ അർത്ഥം. അല്ല, പ്രസിഡന്റ് പിന്തുണയ്ക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ഭരണമാറ്റം വരുന്ന സംഗതിയോട്. ലീഗിന്റെ അഭിപ്രായം എന്താണ്? ലീഗിനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് ചോദിച്ചാൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരിക്കണം, ആര് മാറണം, എപ്പം മാറണം എന്ന് തീരുമാനിക്കേണ്ടത് ആ പാർട്ടിയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് മാറാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല, മാറ്റണമെന്ന് പറഞ്ഞിട്ടില്ല, മാറ്റിൻ്റെ എതിരാന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ കോൺഗ്രസ് എന്താണോ തീരുമാനിക്കുന്നത് പാർട്ടി. ഞങ്ങളിപ്പോൾ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ വാസന്തിയായിട്ടോ വളപ്പുൽ റസാഖുമായിട്ടോ ഒന്നുമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ടാണ്. ആ കോൺഗ്രസ് പറയുകയാണ് ഇന്നതാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ ഒരു ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിക്കല്ലാതെ വേറെ വഴിയൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളത് തിരുത്താനോ പറയാനോ പോകാൻ നമുക്ക് പറ്റില്ല, കഴിയില്ല. പക്ഷേ UDFന് സംഘടനാപരമായിട്ട് വലിയ പോറലാണല്ലോ ഏൽപ്പിക്കാൻ പോകുന്നത്. ആ സംഘടന സിസ്റ്റത്തിന് പോറലേൽപ്പിക്കപ്പെടും. അപ്പോൾ ഒന്നുകിൽ ഇവര് രാജിവെക്കാതിരിക്കും, അവിശ്വാസം അല്ലെങ്കിൽ ജയിക്കാം, തോൽക്കാം, എന്ത് സംഭവിക്കാം, അല്ലെങ്കിൽ അവർ രാജിവെക്കാം, മെമ്പർ സ്ഥാനം രാജിവെക്കാം. അപ്പൊ ഉണ്ടാവാൻ പോകുന്ന ഒരു സംഗതി ഈ
മാവൂർ പഞ്ചായത്തിലെ സംഘടന നിങ്ങളുടെ UDF എന്ന് പറയുന്ന ഐക്യജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനത്തിന് ഉണ്ടാകുന്ന ഒരു വല്ലാത്ത ക്ഷതല്ലേ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ അവിടെ കോൺഗ്രസിനെ കറക്റ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ലീഗിലില്ലേ? അല്ല, മാറ്റം കൊണ്ട് ഒരാളിപ്പം സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അങ്ങനെ ഇപ്പോൾ മാറ്റങ്ങൾ പലരോടും എല്ലാവരും നടക്കാറില്ലേ. അതേസ്ഥാനത്ത് സംഭവം എന്താ വെച്ചാൽ മാറുന്ന രീതിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും അതിൻ്റെ സ്വഭാവത്തിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ വേണ്ടപ്പെട്ട ആളുകളെയും നേതാക്കന്മാരെയൊക്കെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുമുണ്ട്. കാരണം മുസ്ലിം ലീഗ് ചെയ്യേണ്ട ദൗത്യം അതിൽ കൃത്യമായി ചെയ്തിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് അതിൻ്റെ സംഭവം, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ സൂചിപ്പിച്ചതാണ്. പിന്നെ മുസ്ലിം ലീഗ് അതിൽ പരിധി കടന്നുകൊണ്ട് ആ കാര്യത്തിൽ ഒരു ഘടകകക്ഷി രീതി നമ്മൾ നീങ്ങാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഞങ്ങളത് 4 വർഷം കൊണ്ട് 4 പ്രസിഡന്റ് എന്നൊക്കെ പറയുമ്പോൾ പഞ്ചായത്തിൽ മൊത്തം ഒരു തടസ്സമല്ലേ തുടർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്? എല്ലാ സ്ഥലത്തും നടക്കണമല്ലേ? നഷ്ടപ്പെട്ടത് നിരന്തരം 5 പ്രാവശ്യം 5 അല്ല, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞൂടാ. കാരണം അവിടെ റിബൽസ് വന്നു, അവിടെ റിബൽസ് 2 പാർട്ടിയിലും വന്നു. അതൊന്നും ഇപ്പോൾ ഇതുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. അത് 4 പ്രാവശ്യം 4 ആൾ വന്നതുകൊണ്ടൊന്നും അല്ലാതെ അതും വെറുതെ വ്യാഖ്യാനിക്കാം. അതിലേക്ക് വേണ്ടിയിലേക്ക് മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടാ, രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസവും റിബലും ഒക്കെ വന്നുകൊണ്ടാവുന്നത്. ഒന്നാമത്തെ ചരിത്രം നമുക്ക് ശരിക്കും അറിയണമല്ലേ. അപ്പോൾ ഇതൊരു ആദ്യ സംഭവം ഒന്നല്ല. മാവൂർ സംബന്ധിച്ചിടത്തോളം ആദ്യ സംഭവമാണ്. എന്തുകൊണ്ട് വെച്ചാൽ ഐക്യജനാധിപത്യ മുന്നണി ഭരണത്തിൽ വന്നിട്ട് 3ാമത്തെ ടേമിൽ ആദ്യമായിട്ടാണ് ജനറൽ ഇവിടെ വരുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ആദ്യ സംഭവമായിപ്പോയി എന്നുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ ഈ അവിശ്വാസ പ്രമേയത്തിലൂടെ പിന്നെ ആ പദവി ഒഴിവാക്കുന്ന സാഹചര്യത്തിൽ ഇനി പാർട്ടി സസ്പെൻഡ് ചെയ്യുമോ? എന്തായാലും പാർട്ടിന്റെ അതിലെ പാർട്ടിയുടെ വിപ്പ് അംഗീകരിച്ച പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷ. ഒരു അവിശ്വാസ പ്രമേയത്തിലേക്ക് വരാന്ന് പറഞ്ഞാൽ ജില്ലാ നേതൃത്വമാണ് വിപ്പ് കൊടുത്തിട്ടുണ്ട് അവർക്ക്. അല്ലാതെ രാജിവെക്കണം കത്ത് കൊടുത്തു. ഇന്ന് 5 മണി വരെ, 5 മണി ഇന്നലെ 5 മണി. ഒരു രീതിയിലും പ്രതികരിച്ചില്ല. അല്ലെങ്കിൽ മറുപടി തന്നിട്ടുണ്ടോ? മറുപടി തന്നില്ല. അത് ആരാണ് ആവശ്യപ്പെട്ടത്? ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അവരോട് പിന്നെ രേഖാമൂലം അങ്ങനെ ഇത് പിന്നെ രാജിവെച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ വിവരം അറിയിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടുള്ള കത്ത് കൊടുത്തു. ആ കത്തിനൊരു മറുപടി തന്നിട്ടില്ല. അതിനുശേഷം മണ്ഡല എക്സിക്യൂട്ടീവ് കൂടി ആ മണ്ഡല എക്സിക്യൂട്ടീവിൽ നിന്ന് ഐക്യകണ്ഠേന കൊടുത്ത സമയമാണ് ഇന്നലെ 5 മണി വരെ. അതിലൊരു വേറെയുള്ള ഒരു സ്വരങ്ങളുമില്ല. കോൺഗ്രസ് കമ്മിറ്റി ഒന്നാകെ ആവശ്യപ്പെട്ടതാണ് ഇവരോട് രാജി. അപ്പോൾ ആ രാജി വെക്കാത്തത് കൊണ്ടാണ് ഇന്നേക്ക് മറ്റുള്ള നടപടികളുമായിട്ട് ഐക്യജനാധിപത്യ മുന്നണിക്ക് മുന്നോട്ട് പോവുകയാണ്. അതായത് വാക്കാലാണ് മാർച്ച് 26 രാജിവെച്ചു പോകണമെന്ന് പറഞ്ഞുകൊണ്ട് മാർച്ച് 26 അതിനുശേഷം പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു. അപ്പം പിന്നെ നടപടിയിലേക്ക് പോയില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അല്ലേ ഈ കഴിഞ്ഞ 1-ാം തീയതി കത്ത് കൊടുത്തു. 7 ദിവസത്തിനകം അവർക്ക് ഇപ്പോൾ എക്സിക്യൂട്ടീവ് മെമ്പറാണ്, മണ്ഡല എക്സിക്യൂട്ടീവ് മെമ്പർ, മണ്ഡലത്തിലുള്ള എക്സിക്യൂട്ടീവ് മെമ്പർ, പ്രവർത്തക സമിതി അല്ല, മാവൂർ മണ്ഡലം മാവൂർ പഞ്ചായത്ത് കമ്മിറ്റി. ഇതിന്റെ ഇടയിലൊക്കെ അനുരഞ്ജനത്തിന്റെ എന്തെങ്കിലും ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലേ? അനുരഞ്ജനത്തിന്റെ ചർച്ചകൾ ഒരു മെഗാ ചർച്ചകൾ തന്നെ നടന്നിട്ടുണ്ട്. പല രീതിയിലുള്ള ആളുകൾ, പല പിന്നെ സംവിധാനത്തിൻ്റെ UDF തലത്തിൽ, കോൺഗ്രസിൻ്റെ നേതൃത്വപരമായിട്ടുള്ള ജില്ലാ നേതൃത്വം, ഓരോരുത്തരും ചർച്ച പല രീതിയിലും നടത്തും. ഇല്ല, ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ ഒരു പിന്തുണയില്ല. അതായത് ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഐക്യകണ്ഠേന എടുത്ത തീരുമാനമാണിത്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ആ അഭിപ്രായ വ്യത്യാസം ഉണ്ട്.
വായിക്കേണ്ടതെന്ന് പറയാൻ പറ്റുമോ? അല്ല, അവര് ആവശ്യപ്പെട്ടേ, പക്ഷെ തീരുമാനം എന്താണ്? അതല്ല, ഒരു പങ്കെടുത്ത മീറ്റിംഗിൽ എന്തായാലും അതിനെ അനുകൂലിക്കൂല. അല്ല, എതിർപ്പ് ആരും പറഞ്ഞില്ല, ഞങ്ങൾ അതിനോട് യോജിക്കില്ല എന്ന് ആരും പറഞ്ഞില്ല. അതായത് പറഞ്ഞതിന്റെ അർത്ഥം അവരടുത്തൊന്നും പറഞ്ഞില്ല. അവര് കുറച്ച് സമയം ചോദിച്ചു. ചോദിച്ചു, അത് കൊടുക്കാൻ കഴിയില്ല ബോഡി പറയുകയും ചെയ്തു. ബോഡി പറഞ്ഞു ഇപ്പൊ വേണ്ടത്ര സമയം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എടുത്തിട്ടുണ്ട്. 6 മാസം, അതായത് 3 മാസം ആയിട്ട് 3 മാസം കൂടുതൽ കൊടുത്തു. 26 സെപ്റ്റംബർ 8 മാസമായത്. 8 മാസമായി. 8 മാസം 5 മാസം കഴിഞ്ഞപ്പോൾ രാജിക്കാൻ ആവശ്യപ്പെട്ടു. 6 മാസം 8 മാസമായി എന്ന് പറഞ്ഞു. മാർച്ച് 26-ന് 6 മാസം പൂർത്തീകരിക്കും. ആ 6 മാസം ഒരു ഇങ്ങനെ ഒരു വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞ് ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക് വന്ന ഒരു 6 മാസം കൊടുത്തു. അല്ല, ഒരു ജനറൽ സീറ്റ് ആയിട്ട് പോലും 6 മാസം കൊടുത്തു. ഒരു കൊല്ലക്കാലത്തെങ്കിലും അതിനുശേഷം പിന്നെ ബാക്കിയുള്ള ടൈമിൽ വേറെ അങ്ങനെ ഇതൊക്കെ പിന്നെ സംഘടനയ്ക്ക് ചില ഇതുണ്ടാവില്ല. ബാക്കിയുള്ള ടൈം 6 മാസം, അവസാനത്തെ 6 മാസം എന്നൊക്കെയാണ് ഇലക്ഷൻ പീരീഡാണ്. പഞ്ചായത്ത് ഇവരോട് ഇത്ര ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള കാരണം എന്തെങ്കിലും ഉണ്ടോ? ഇങ്ങനെ ഒരു കാരണം ഇല്ലല്ലോ. ജനറൽ ആളെ പ്രസിഡന്റ് ആക്കണമെന്നുള്ള ഇതേ ഉള്ളൂ. വേറെ സീറ്റിൽ ജനറൽ ആയിക്കോണമല്ല, വനിതാ സീറ്റ് ജയിച്ചാലും മത്സരിക്കാം. അതുകൊണ്ടാണല്ലോ നിർത്തിയത്. അതല്ല പറഞ്ഞത്. അതല്ല, ജനറലായിട്ട് പ്രസിഡന്റ് ആവാൻ പാർട്ടിയിൽ സീനിയോറിറ്റിയും സ്ഥാനങ്ങളും പിന്നെ എക്സ്പീരിയൻസും ഒക്കെ ഉള്ള ആളുകളുടെ ബോഡിയിലുണ്ട്. ഏത് സീറ്റിലും പട്ടികജാതിയും വനിതാ സംവരണം അല്ലാത്ത സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് എത്രയോ ആളുകൾ അതുകൊണ്ടാണല്ലോ കൊടുത്തത്. കോൺഗ്രസ് പാർട്ടി അതുകൊണ്ടാണ് വാസന്തിക്ക് ഒരു ടൈം കൊടുത്തത്. സീറ്റ് വന്നില്ല, ജയിച്ച ആളുണ്ടായത് കൊണ്ട് അയാൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. അല്ല, അതല്ല ഡിമാൻഡ് ആയിട്ടല്ല, അത് നമ്മുടെ മിസ്റ്റേക്ക്. അത് മാത്രല്ല, ഇതെന്ത് വെച്ചാൽ ഭരണ സംവിധാനം ഐക്യജനാധിപത്യ മുന്നണിക്ക് വീണ്ടും അധികാരത്തിലെത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടത് വീണ്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് തന്നെ ഇവിടെ അധികാരത്തിൽ വരണം. അപ്പോൾ അങ്ങനെയല്ല, അത് ഒന്നുകൂടി നന്നാക്കി ഭരണം മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ ഇപ്പൊ ഉള്ളതിനേക്കാൾ മികച്ചതായിട്ട് ഇപ്പം പുതിയ ആള് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ അല്ല ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അല്ല അങ്ങനെയല്ല, അതുകൊണ്ട് മാത്രമല്ല ഒന്നുകൂടി ഇപ്പോഴുള്ള വാസന്തി വിജയൻ പ്രസിഡന്റ് ആയിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കഴിഞ്ഞാൽ UDF മാവൂർ പഞ്ചായത്തിൽ പരാജയപ്പെടും. അല്ല അങ്ങനെ ഒരിക്കലും പറയില്ല. അല്ല അത് പിന്നെ മനസ്സിൽ കയറുന്നതിന്റെ ഒരു ഇതാണ്. അല്ല അങ്ങനെയല്ല, അത് നിങ്ങളെ മനസ്സിൽ കയറുന്നതിനുള്ള ഒരു കുഴപ്പമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചുരുക്കം ഞങ്ങൾ പാർട്ടി പാർലമെന്ററി ബോർഡിലെ അംഗങ്ങളായിട്ട് PCC പ്രസിഡന്റ് ഇവിടെ അഭിപ്രായം സ്വരൂപിച്ചതിന് ശേഷം PCC പ്രസിഡന്റ് എടുത്ത തീരുമാനമാണത്. ഇവിടുത്തെ കമ്മിറ്റി പറയുന്നതിനനുസരിച്ചാണല്ലോ മുകളിൽ. അതെ, ഇവിടുത്തെ കമ്മിറ്റിക്കാരോടും ഇവിടുത്തെ കമ്മിറ്റിക്കാരോടും പഞ്ചായത്ത് മെമ്പർമാരോടും കമ്മിറ്റിക്ക് പൂർണ്ണമായിട്ട് വാസന്തി വിജയൻ മാറണം, വളപ്പിൽ റസാഖ് വരണം എന്നതാണ് ആഗ്രഹം, കോൺഗ്രസ് കമ്മിറ്റിന്റെ ആഗ്രഹം. അതെ, പഞ്ചായത്ത് മെമ്പർമാരും പാർലമെന്ററി പാർട്ടിയിലും അത് രണ്ടും എന്ത് വെച്ചാൽ ഭരണം. അത് ഒരാളും മോശക്കാരാണെന്നുള്ള അതിന്റെ അർത്ഥം വരുന്നില്ല. എല്ലാവരും യോഗ്യരാണ് ഇതിനുള്ള പ്രസിഡന്റ് ആവാൻ. 5 മെമ്പർമാർ ഇപ്പൊ കോൺഗ്രസിന്റെ അതായത് അവിടെയാണ് പറഞ്ഞത്. എന്താ വെച്ചാൽ പാർട്ടിക്ക് ചില തീരുമാനങ്ങൾ ഉണ്ടാവുമല്ലോ, ഏത് സംഘടനയ്ക്കും സംഘടനയുടേതായ തീരുമാനങ്ങൾ ഉണ്ടാവും. അതിൽ പാർലമെന്ററി പാർട്ടിയിലെ മെമ്പർമാർക്ക് ചില തീരുമാനങ്ങൾ ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ടാണ് ഈ തീരുമാനം വന്നത്. എന്നാ ശരി, വേറെ കേട്ടോ. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.